ഉർവോ ദുസ്ലീബോ മൂന്നാം ദിനം. എന്നെ ശ്രദ്ധിക്കുന്ന ഏവരുമേ, നിങ്ങൾക്കേവർക്കും ക്രിസ്തയേശുവിൻ്റെ ധന്യതിരുനാമത്തിൽ സ്നേഹവന്ദനം. വലിയ നോമ്പിലെ ഈ അനുഗ്രഹിക്കപ്പെട്ട മൂന്നാം ദിവസത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ വേദപുസ്തക ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. യേശു ക്രിസ്തുവും യഹൂദ പ്രമാണിയായ നിക്കോദിമോസും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഈ വേദപുസ്തക ഭാഗത്തിൽ നാം കാണുന്നത്. ആർക്കും ചെയ്യുവാൻ കഴിയാത്ത അടയാളങ്ങളെ തൻ്റെ ഗുരു ചെയ്യണമെങ്കിൽ അദ്ദേഹം ദൈവത്തിങ്കിൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന നിക്കോദിമോസിൻ്റെ തിരിച്ചറിവാണ് നമുക്ക് വെളിവാകുന്നത്. അത് ഒരു രാത്രികാലമായിരുന്നു. ആ രാത്രികാലത്തിൽ നിക്കോദിമോസിനോട് കർത്താവ് പറയുന്നത്, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്നാണ്. വലിയ നോമ്പിലെ 3-ാം ദിനം നമുക്കുള്ള സന്ദേശവും അതുതന്നെയാണ്. ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാവുക. ഓരോ ക്രിസ്ത്യാനിയുടെയും പ്രത്യാശയെന്നത് സ്വർഗരാജ്യത്തിന്, സ്വർഗീയ മേശയ്ക്ക് പങ്കാളിയായി തീരുക, 2-ാം വരവിൽ സകല മഹിമയോടും കൂടെ ചേർക്കപ്പെടുക എന്നതാണ്. നിക്കോദിമോസിനോടൊപ്പം നമ്മളെയും ഓർമ്മിപ്പിക്കുകയാണ്. ഭൗതിക കണ്ണാൽ കാണുന്നതിലും അപ്പുറമായി ആത്മീക കണ്ണിനെ തുറന്ന് പുതുജനനത്തിൻ്റെ പുതു സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് ഉയർത്തപ്പെടുക എന്നത്. അവിടെയും വ്യക്തമാണ്, വൃദ്ധനായി കഴിഞ്ഞ് മനുഷ്യന് എങ്ങനെ ഒരു പുതുജനനം സംഭവിക്കും? വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന പ്രബോധനവും നമുക്ക് ദൈവവചനത്തിൽ കൂടെ ലഭിക്കുകയാണ്. ഗലാത്യർ 5-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഒരു അന്ധനായ മനുഷ്യനെ നിറയെ പെയിന്റിങ്ങുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. സ്വാഭാവികമായും അയാൾക്കത് കാണുവാൻ കഴിയുകയില്ല. സുഹൃത്തിനോട് അന്ധൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ കലയുടെ അർത്ഥം എന്താണ്? സുഹൃത്തിൻ്റെ മറുപടിയും വന്നു, ചിത്രങ്ങൾ മനോഹരമാണ്, പക്ഷേ അവ കാണാൻ നിനക്ക് പുതിയ കണ്ണുകൾ ആവശ്യമാണ്. അന്ധന് കാഴ്ച ലഭിച്ചു, എന്നാൽ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത നിറങ്ങളും ഘടനകളും സൗന്ദര്യവും കണ്ട്. വ്യക്തമായി പറഞ്ഞാൽ നാം ഓരോരുത്തരും സംശയാലുക്കളാണ്. ആ അന്ധനെ പോലെ, ഒരു പരിധിവരെ നിക്കോദിമോസിനെ പോലെ അർത്ഥമറിയാത്ത ഒരുപാട് കാഴ്ചകൾ, പഠിച്ച് അച്ചിട്ടാക്കിയ കുറെ വിശ്വാസങ്ങൾ. എന്നാൽ ഇതിൻ്റെ ശരിയായ അർത്ഥമെന്തെന്ന് കണ്ട് മനസ്സിലാക്കി തിരിച്ചറിയാൻ നമ്മുടെ ആന്തരിക കണ്ണ് എത്രത്തോളം തുറന്നിരിക്കുന്നു എന്നതാണ് മറ്റൊരു ചോദ്യം. ഓരോ നോമ്പ് കാലവും നമ്മെ ഒരു പുതുജനനത്തിൻ്റെ, രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. ക്രിസ്തുവിൽ പുതുതായി ജനിച്ച് നമ്മുടെ ആത്മീക കണ്ണുകളെ തുറന്ന് തെളിച്ചമുള്ളതാക്കി മാറ്റുക. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിൽ പുതുതായി ജനിച്ച് പുതു സൃഷ്ടികളാവുക ഈ വരുന്ന 50 ദിവസത്തിൽ അവസാനിക്കുന്ന ഒരു ഉത്തരവാദിത്തമല്ല അത്. മറിച്ച് ജീവിതത്തിൽ ഉടനീളം ക്രിസ്തു അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുക എന്ന ഒരു വലിയ വിളിയാണ്. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു എന്ന് പറയുന്നു. നാം ആരെന്നും എന്തെന്നും തിരിച്ചറിയുവാനുള്ള ഒരു അവസരം കൂടിയാകട്ടെ ഈ ദിനങ്ങൾ.
ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, നിക്കോദിമോസിനോട് മാത്രമല്ല നമ്മയും ഓർമ്മിപ്പിക്കുകയാണ്, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ലോകത്തിൻ്റെ മോഹങ്ങൾ, ഓട്ടപ്പാച്ചിലുകൾ, എന്തൊക്കെയോ നേടാൻ നാം എല്ലാം മറന്ന് വലിയ തിരക്കിലാണ്. അപ്പോഴും വലിയ നോമ്പ് ഒരു ഒരുക്കത്തിൻ്റെ അനുഭവത്തിന്, പുതു സൃഷ്ടിയുടെ അനുഭവത്തിന് നമ്മെ ക്ഷണിക്കുന്നു. ക്ഷണം സ്വീകരിച്ച് ക്രിസ്തുവിൽ പുതുക്കപ്പെട്ടവരായി പുതു സൃഷ്ടിയാകുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന ആശംസയോടെ ഈ എളിയ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനായ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു പ്രഭാതം കൂടി നീ ഞങ്ങൾക്ക് തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം നാഥ. അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തി അല്പസമയം തിരുവചനത്തെ ധ്യാനിക്കുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. കാലാകാലങ്ങളിൽ സകല അപകടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത സകല മഹാമാരികളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് കാത്തു പരിപാലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം അപ്പച്ച. വചനം ഞങ്ങളോട് സംസാരിച്ച പോലെ ആത്മാവിൽ പുതുക്കമുള്ളവരായി ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നാഥ. അങ്ങേ മറന്ന് അങ്ങയ്ക്ക് വിരോധമായി അങ്ങേ വേദനിപ്പിച്ച് സകലത്തിനും ഞങ്ങളോട് ക്ഷമിക്കണമേ നാഥ. ഈ വലിയ നോമ്പ് അവസാനിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം ഞങ്ങൾ നയിക്കുവാനും അങ്ങേ സാക്ഷികളായി ജീവിക്കുവാനും ഞങ്ങൾ മൂലം ക്രിസ്തു സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തുവാനും ഇടയാകണമേ നാഥ. സകലതും അറിയുന്ന നിന്റെ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.